ഇന്ന് പഞ്ചാബിനെതിരെ 50 റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ജയ്സ്വാൾ 67 റൺസ് അടിച്ചുവെങ്കിലും മാൻ ഓഫ് ദി മാച്ച് ആയത് ജോഫ്രെ ആർച്ചർ ആയിരുന്നു. 4 ഓവർ പന്തെറിഞ്ഞ് 3 വിക്കറ്റാണ് ജോഫ്രെ ആർച്ചർ ഇന്ന് നേടിയത്. ആർച്ചർ തന്നെയാണ് പഞ്ചാബിന്റെ നടുവൊടിച്ചത്. ഇന്ന് മത്സരം കഴിഞ്ഞ് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ആർച്ചർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആർച്ചറും കൂടി ഫോമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ രാജസ്ഥാൻ ശക്തിയായിരിക്കുകയാണ്. ഇനി രാജസ്ഥാന് ബൗളിംഗിൽ ഒന്നും തന്നെ പേടിക്കാനില്ല. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ആർച്ചർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമായി. കഴിഞ്ഞ കുറച്ച് മത്സരമായിട്ട് ഞാൻ ഫോം ഔട്ടാണ്. അതുകൊണ്ട് ടീമിലെ താരങ്ങൾക്ക് തന്നെ എന്നെ ഇഷ്ടമല്ല. കാരണം അവർ ബോൾട്ടിനെ വിട്ടുകൊടുത്താണ് എന്നെ സ്വന്തമാക്കിയത്. എന്നിൽ അവർക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്ത് ചെയ്തിട്ടും ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് സഞ്ജു ക്യാപ്റ്റനായപ്പോൾ സഞ്ജുവാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. എങ്ങനെയാണ് ബൗൾ ചെയ്യേണ്ടത്, വിക്കറ്റുകൾ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, എല്ലാ തന്ത്രങ്ങളും സഞ്ജു പറഞ്ഞു തന്നു. സഞ്ജു പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇന്ന് പന്തെറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിക്കറ്റ് കിട്ടി. ഇന്നത്തെ മത്സരത്തിൽ ക്രെഡിറ്റ് സഞ്ജുവിനുള്ളതാണ്. സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റനെ ഇംഗ്ലണ്ട് ടീമിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അതുപോലത്തെ ക്യാപ്റ്റൻസിയാണ് സഞ്ജു ഇന്ന് പുറത്തെടുത്തത്. സഞ്ജു ക്യാപ്റ്റനായാൽ ഉറപ്പായിട്ട് രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തും. എനിക്ക് സഞ്ജുവിൽ വിശ്വാസമുണ്ടെന്ന് ജോഫ്രെ ആർച്ചർ വ്യക്തമാക്കി. ആർച്ചർ ഇതുവരെ ഫോം ആയിട്ടില്ല. ഇന്ന് സഞ്ജു ക്യാപ്റ്റനായപ്പോൾ ആർച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ആയിരിക്കുകയാണ്. മാൻ ഓഫ് ദി മാച്ച് വരെ ആർച്ചർ സ്വന്തമാക്കി. സഞ്ജു ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ആർച്ചർ ഇന്ന് ഫോം ആയതെന്നാണ് അദ്ദേഹം പറയുന്നത്. സഞ്ജുവാണ് ആർച്ചറിന് എല്ലാവിധ ടിപ്പുകളും പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിലും സഞ്ജു ക്യാപ്റ്റനായാൽ ടീം തന്നെ മാറി മറിയും. എല്ലാ താരങ്ങളും ഫോമിലേക്ക് തിരിച്ചെത്തും. ഇന്ന് ആർച്ചർ ബൗളിംഗിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചില്ലായിരുന്നെങ്കിൽ പഞ്ചാബ് കളി ജയിച്ചേനെ. പഞ്ചാബിന്റെ 3 വിക്കറ്റുകൾ നേടിയത് ആർച്ചർ ആയിരുന്നു. അടുപ്പിച്ച് രണ്ടാമത്തെ മാച്ചാണ് രാജസ്ഥാൻ ഇന്ന് ജയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.